Hello friends, welcome to my English classroom. In this class, we are going to discuss about the novel Remains of the Day, written by Kazuo Ishiguro. പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരനായ കാസുവോ ഇഷിഗുറോയുടെ റിമൈൻസ് ഓഫ് ദ ഡേ എന്ന നോവലിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്റ്റീവൻസ് എന്ന ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് റിമൈൻസ് ഓഫ് ദ ഡേ. തൻ്റെ ഇന്നുകളെയും ഇന്നലകളെയും ഓർത്തെടുക്കുകയാണ് റിമൈൻസ് ഓഫ് ദ ഡേ എന്ന ഈ നോവലിലൂടെ കേന്ദ്ര കഥാപാത്രമായ സ്റ്റീവൻസ് ചെയ്യുന്നത്. മനോഹരമായ ഈ നോവലിനെ വളരെ വിശദമായി നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. നോവലിലേക്ക് പോകുന്നതിന് മുൻപ് ഈ എഴുത്തുകാരനെ വളരെ വേഗത്തിലൊന്ന് പരിചയപ്പെടാം. കാസുവോ ഇഷിഗുറോ. കാസുവോ ഇഷിഗുറോ വാസ് ബോൺ ഇൻ ജപ്പാൻ, ബട്ട് ആസ് എ ചൈൽഡ് ഹി മൂവ്ഡ് വിത്ത് ഹിസ് ഫാമിലി ടു ഗിൽഫോർഡ്, എ സ്മാൾ ടൗൺ ഇൻ സദേൺ ഇംഗ്ലണ്ട്. കാസുവോ ഇഷിഗുറോ ജനിച്ചത് ജപ്പാനിലാണ്. പക്ഷെ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം ഇംഗ്ലണ്ടിലെ ഒരു ചെറുപട്ടണമായ ഗിൽഫോർഡിലേക്ക് താമസം മാറ്റുന്നു. He attended the University of Kent before publishing his first novel, the award-winning A Pale View of Hills in 1982. അദ്ദേഹം പിന്നീട് പഠിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കെൻറ്റിലാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ പുറത്തിറക്കുന്നത്. എ പെയിൽ വ്യൂ ഓഫ് ഹിൽസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. 1982 ഇറങ്ങിയ ഈ പുസ്തകത്തിന് തന്നെ അദ്ദേഹത്തിന് അവാർഡുകൾ പലതും ലഭിക്കുന്നുണ്ട്. ഹിസ് നെക്സ്റ്റ് 2 books, including The Remains of the Day, the winner of the Man Booker Prize, allowed him to achieve international fame. അദ്ദേഹത്തിൻ്റെ പിന്നീട് ഇറങ്ങിയ 2 പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന് വളരെ വലിയ ഇൻ്റർനാഷണൽ ഫെയിം, പ്രശസ്തി നേടിക്കൊടുത്തത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് ദ റിമൈൻസ് ഓഫ് ദ ഡേ, നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ഈ പുസ്തകം. ഈ നോവലിനാണ് അദ്ദേഹത്തിന് മാൻ ബുക്കർ സമ്മാനവും ലഭിച്ചിട്ടുള്ളത്. ഹിസ് experimental 1995 novel The Unconsoled received the Cheltenham Prize for Fiction in England. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രശസ്തമായ പുസ്തകമാണ് ദ അൺകൺസോൾഡ്. 1995 ഇറങ്ങിയ ഈ പുസ്തകത്തിനും അദ്ദേഹത്തിന് ചെൽറ്റൻഹാം എന്ന് പറയുന്ന മറ്റൊരു സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. In 2017, the Swedish Academy awarded Ishiguro the Nobel Prize in Literature. ഇനി 2017 അദ്ദേഹത്തിന് സ്വീഡിഷ് അക്കാഡമി നൽകുന്ന നോബൽ പ്രൈസും സാഹിത്യത്തിന് ലഭിക്കുകയുണ്ടായി. ഇനി നമുക്ക് നമ്മുടെ നോവലിനെ കുറിച്ച് നോക്കാം. ദ റിമൈൻസ് ഓഫ് ദ ഡേ. റിമൈൻസ് എന്ന് വെച്ചാൽ ബാക്കിയായത്. ദ ഡേ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദിവസം, അല്ലേ? ഈ ദിവസത്തിൽ ബാക്കിയായത്, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ദിവസത്തിൽ ബാക്കിയായത് എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. എന്തായാലും ഒരു പ്രത്യേക ദിവസവും അതിൽ തൻ്റെ ഓർമ്മകളിലൂടെയുള്ള ഒരു യാത്രയുമാണ് എന്ന് ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ദ റിമൈൻസ് ഓഫ് ദ ഡേ, ഈ ദിവസത്തിൽ ബാക്കിയായത്. ദ റിമൈൻസ് ഓഫ് ദ ഡേ ഈസ് ടോൾഡ് ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ നരേഷൻ ഓഫ് ആൻ ഇംഗ്ലീഷ് ബട്ട്ലർ നെയ്മഡ് സ്റ്റീവൻസ്. ദ റിമൈൻസ് ഓഫ് ദ ഡേ എന്ന ഈ നോവൽ ഒരു പ്രത്യേക കേന്ദ്ര കഥാപാത്രത്തെ ചുറ്റിയാണ് കഥ പറഞ്ഞു പോകുന്നത്. ഈസ് ടോൾഡ് ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ നരേഷൻ. ഫസ്റ്റ് പേഴ്സൺ നരേഷനിലാണ്, അതായത് ഇതിലെ കേന്ദ്ര കഥാപാത്രം നേരിട്ട് വന്ന് കഥ പറയുന്ന രീതിയിലാണ്. ഞാൻ, എൻ്റെ എന്ന രീതിയിൽ അയാൾ കഥ പറയുകയാണ്. ആരാണ് അയാൾ? ഓഫ് ആൻ ഇംഗ്ലീഷ് ബട്ട്ലർ, ഒരു ഇംഗ്ലീഷുകാരനായ ബട്ട്ലർ. ബട്ട്ലർ എന്ന് വെച്ചാൽ കലവറക്കാരൻ, നമ്മളിവിടെ കാര്യസ്ഥൻ എന്നൊക്കെ പറയുന്ന പോലെ അന്ന് ഇംഗ്ലണ്ടിലെ വലിയ വലിയ വീടുകൾ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരാളെയാണ് ബട്ട്ലർ. ജോലിക്കാരിൽ തന്നെ ഏറ്റവും വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ബട്ട്ലർ. അത്തരത്തിൽ ഒരു ഇംഗ്ലീഷ് വീടിൻ്റെ ബട്ട്ലറായിട്ടുള്ള സ്റ്റീവൻസിൻ്റെ കഥയാണിത്. ഇവിടെ നമ്മളോട് സംസാരിക്കുന്നതും ഈ കേന്ദ്ര കഥാപാത്രമായ സ്റ്റീവൻസ് ആണ്. സോ ഈ സ്റ്റീവൻസിൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണിവിടെ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെയാണ് നമ്മൾ പോകുന്നതും. In July 1956, Stevens decides to take a 6-day road trip to the West Country of England, a region to the west of Darlington Hall, the house in which Stevens resides and has worked as a butler for 34 years. ഈ ഒരൊറ്റ വരിയിൽ തന്നെ കഥയുടെ തുടക്കത്തെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഇൻ ജൂലൈ 1956, നമ്മുടെ കഥ, ഈ നോവൽ ആരംഭിക്കുന്നത് 1956 ജൂലൈയിലാണ്. സ്റ്റീവൻസ് ഡിസൈഡ്സ് ടു ടേക്ക് എ 6-day റോഡ് ട്രിപ്പ്.
സ്റ്റീവൻ ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ട്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു റോഡ് യാത്രയിലാണ്. എങ്ങോട്ടാണ്? ടു ദ വെസ്റ്റ് കൺട്രി ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൻ്റെ വെസ്റ്റേൺ ഭാഗത്തേക്കാണ്. എ റീജിയൻ ടു ദ വെസ്റ്റ് ഓഫ് ഡാർലിംഗ്ടൺ ഹാൾ. നമ്മുടെ ഡാർലിംഗ്ടൺ ഹാളിൻ്റെ വെസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ സ്ഥലം. അങ്ങോട്ടേക്കുള്ള 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര പുറപ്പെടുകയാണ് സ്റ്റീവൻസ്. ഇനി എവിടെയാണ് ഈ ഡാർലിംഗ്ടൺ ഹാൾ? ദ ഹൗസ് ഇൻ വിച്ച് സ്റ്റീവൻസ് റിസൈഡ്സ് ആൻഡ് വർക്ക്ഡ് ആസ് എ ബട്ട്ലർ ഫോർ 34 ഇയേഴ്സ്. കഴിഞ്ഞ 34 കൊല്ലമായി നമ്മുടെ കേന്ദ്ര കഥാപാത്രമായ സ്റ്റീവൻസ് താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ആ വീടാണ് ഡാർലിംഗ്ടൺ ഹാൾ. അത് ഒരു കൊച്ചു വീടല്ല, ഒരു വലിയ ബംഗ്ലാവിന് സമാനമായിട്ടുള്ള ഒരു വലിയ വീടാണ്. അതിനാണ് ഡാർലിംഗ്ടൺ ഹാൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ 34 കൊല്ലമായി സ്റ്റീവൻസ് അവിടെയാണ് താമസിക്കുന്നതും ജോലി ചെയ്യുന്നതും. ആ വീടിൻ്റെ ബട്ട്ലറാണ് നമ്മുടെ നായകനായ സ്റ്റീവൻസ്. ആ ഡാർലിംഗ്ടൺ ഹാളിൽ നിന്ന് വെസ്റ്റ് ഭാഗത്തേക്ക് 6 ദിവസത്തെ ഒരു യാത്രയിലാണ്. Though the house was previously owned by the now deceased Lord Darlington, by 1956 it has come under the ownership of Mr. Faraday, an American gentleman. ഈ വീട്, നമ്മൾ ഈ പറയുന്ന ഡാർലിംഗ്ടൺ ഹാൾ എന്ന് പറയുന്ന സ്റ്റീവൻസ് ജോലി ചെയ്യുന്ന ഈ വലിയ വീട്, വാസ് പ്രീവിയസ്ലി ഓൺഡ് ബൈ, ഇതിൻ്റെ ആദ്യത്തെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് നൗ ഡിസീസ്ഡ്, ഇപ്പോൾ മരിച്ചുപോയ ലോർഡ് ഡാർലിംഗ്ടൺ ആണ്. അതായത് ലോർഡ് ഡാർലിംഗ്ടൺ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ നിർമ്മിച്ച ഒരു വലിയ വീട്. ആ വലിയ വീട്ടിൽ ആണ് ജോലി ചെയ്യുന്നത് ആൾ, നമ്മുടെ നായകൻ അല്ലേ. ബൈ 1956, 1956 ആയപ്പോൾ, അതായത് ഈ കഥ നടക്കുന്നത് നമ്മൾ പറഞ്ഞു 1956 തന്നെയാണ്. അതായത് ഈ അടുത്ത് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ ഉടമസ്ഥത കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഹാസ് കം അണ്ടർ ദ ഓണർഷിപ്പ് ഓഫ് മിസ്റ്റർ ഫാരഡേ. ഇപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ മിസ്റ്റർ ഫാരഡേ എന്ന് പറയുന്ന ഒരാളാണ്. അയാളൊരു അമേരിക്കൻ ജെൻറ്റിൽമാനാണ്. അമേരിക്കക്കാരനായിട്ടുള്ള ഒരു പ്രഭു കുടുംബത്തിലൊക്കെ പെട്ടിട്ടുള്ള ആളായിരിക്കാം. ഫാരഡേ ആണ് ഇപ്പോൾ ഈ ഡാർലിംഗ്ടൺ ഹാളിൻ്റെ ഉടമസ്ഥൻ. സ്റ്റീവൻസ് ലൈക്സ് മിസ്റ്റർ ഫാരഡേ ബട്ട് ഫെയിൽസ് ടു ഇൻറ്ററാക്ട് വെൽ വിത്ത് ഹിം സോഷ്യലി. സ്റ്റീവൻസിന് തീർച്ചയായിട്ടും പുതിയ ഈ ഉടമസ്ഥനെയും ഇഷ്ടമാണ്. ഫാരഡേ എന്ന് പറയുന്ന ഈ പുതിയ മുതലാളിയെ സ്റ്റീവൻസിന് ഇഷ്ടമാണ്. ബട്ട് ഫെയിൽസ് ടു ഇൻറ്ററാക്ട് വെൽ, പക്ഷേ അദ്ദേഹവുമായിട്ട് നല്ല രീതിയിൽ ഇടപെടാൻ നമ്മുടെ സ്റ്റീവൻസിന് പെട്ടെന്ന് പറ്റുന്നില്ല. വിത്ത് ഹിം സോഷ്യലി, വളരെ സാമൂഹികമായി വളരെ നല്ല രീതിയിൽ അടുപ്പം തോന്നിക്കുന്ന രീതിയിൽ അദ്ദേഹത്തുമായിട്ട് പരിചയപ്പെടാൻ അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് കൂട്ടുകൂടാൻ നമ്മുടെ സ്റ്റീവൻസിന് സാധിക്കുന്നില്ല. സ്റ്റീവൻസ് ഈസ് എ സർക്കംസ്പെക്റ്റ് സീരിയസ് പേഴ്സൺ ആൻഡ് ഈസ് നോട്ട് കംഫർട്ടബിൾ ജോക്കിംഗ് അറൗണ്ട് ഇൻ ദ മാനർ മിസ്റ്റർ ഫാരഡേ പ്രിഫേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വളരെ കാര്യമായിട്ട് അദ്ദേഹവുമായിട്ട് ഇടപെടാൻ പറ്റുന്നില്ല എന്നല്ലേ. അതിന് കാരണം പറയുന്നുണ്ട്. സ്റ്റീവൻസ് ഈസ് എ സർക്കംസ്പെക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കേന്ദ്ര കഥാപാത്രമായ സ്റ്റീവൻസ് എന്താണ്? ഒരു സർക്കംസ്പെക്റ്റാണ്. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും ജാഗ്രതയുള്ള, അതായത് ഒരു വീടിൻ്റെ കലവറക്കാരൻ അല്ലെങ്കിൽ ഒരു കാര്യസ്ഥനാണല്ലോ ഇദ്ദേഹം അല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്യുന്ന, കൃത്യമായ അടുക്കും ചിട്ടയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മിക്സ്ചർ പെർഫെക്ഷനിസ്റ്റാണ് നമ്മുടെ നായകൻ. നല്ല വിവേചന ബുദ്ധിയുള്ള, കാര്യങ്ങൾ കുറച്ചുകൂടെയൊക്കെ സീരിയസ് ആയിട്ട് കൈകാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. മാത്രമല്ല സീരിയസ് പേഴ്സൺ, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഈസ് നോട്ട് കംഫർട്ടബിൾ ജോക്കിംഗ് അറൗണ്ട് ഇൻ ദ മാനർ മിസ്റ്റർ ഫാരഡേ പ്രിഫേഴ്സ്. പുതിയ മുതലാളിയായ ഫാരഡയെ പോലെ വളരെ തമാശ രൂപേണ ഇടപെടാൻ നമ്മുടെ സ്റ്റീവൻസിന് പറ്റുന്നില്ല. കാരണം ഇയാളൊരു സീരിയസ് ആയിട്ടുള്ള കഥാപാത്രമാണ്. നമ്മുടെ പുതിയ മുതലാളിയാണെങ്കിലോ അയാൾ കുറച്ചൊരു തമാശക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഒരു തമാശ രൂപേണ വളരെ ജോക്കിംഗ് ആയിട്ട് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ തമാശ രൂപേണ അദ്ദേഹത്തോട് ഇടപെടാൻ നമ്മുടെ സ്റ്റീവൻസിന് പറ്റുന്നില്ല. സ്റ്റീവൻസ് ടേംസ് ദിസ് സ്കിൽ ഓഫ് കാഷ്വൽ കോൺവെർസേഷൻ ബാൻറ്ററിങ്. സ്റ്റീവൻസിൻ്റെ സംസാരത്തിലൂടെയാണല്ലോ നമ്മൾ കഥ മനസ്സിലാക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ ഒരു സ്കില്ലിനെ, ഏത് സ്കിൽ ഓഫ് കാഷ്വൽ കോൺവെർസേഷൻ, ഇങ്ങനെ വെറുതെ സംസാരിച്ചിരിക്കുക, രസമായിട്ട് ഇങ്ങനെ തമാശയും പറഞ്ഞിരിക്കുന്ന ഈ പ്രവൃത്തിയെ അദ്ദേഹം തന്നെ ബാൻറ്ററിങ്, വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയുക അല്ലെ, വെറുതെ ഓരോന്ന് പുലമ്പുക എന്നൊക്കെ പറയില്ലേ, അത്തരത്തിൽ കളിവാക്ക് പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ എറിഞ്ഞ് നടക്കുക, അത്തരത്തിലൊരു ബാൻറ്ററിങ് എന്നാണ് ആ ഒരു വാക്കായിട്ട് സ്റ്റീവൻസ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ നമ്മുടെ സ്റ്റീവൻസിന് പറ്റുന്നില്ല. അത്തരത്തിലൊരു ഫ്ലോ ഇദ്ദേഹത്തിന് കിട്ടുന്നില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൃത്യമായി അടുക്കും ചിട്ടയോടുകൂടി ചെയ്യുന്ന സ്റ്റീവൻസിന് പുതിയ മുതലാളിയായ ഫാരഡേയുടെ ഈ കാര്യങ്ങളുമായിട്ട് അങ്ങോട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല.
Several times throughout the novel, Stevens proclaims his desire to improve his bantering skill. ഈ നോവലിലുടനീളം സ്റ്റീവൻസിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? ഈ ബാൻഡറിങ് സ്കിൽ, തൻ്റെ പുതിയ മുതലാളിയായ ഫാരഡേയുമായിട്ടുള്ള സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒഴുക്കോടുകൂടി സംസാരിക്കാനുള്ള കഴിവ് തനിക്കുണ്ടാവണം. ഇതൊന്നും കൂടി താൻ ഇമ്പ്രൂവ് ചെയ്യണം എന്ന ആഗ്രഹം പലപ്പോഴായി സ്റ്റീവൻസ് പറയുന്നുണ്ട്. എന്തിനാ? സോ ദാറ്റ് ഹി ക്യാൻ ബെറ്റർ പ്ലീസ് ഹിസ് കറൻറ്റ് എംപ്ലോയർ. ഇപ്പോഴുള്ള മുതലാളിയെ വളരെ നല്ല രീതിയിൽ പ്ലീസ് ചെയ്യാൻ പറ്റണം, അല്ലേ? അതായത് തീർച്ചയായിട്ടും ഓണർഷിപ്പിനെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഓണേഴ്സിനെ വളരെ മാന്യമായി കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നമ്മുടെ സ്റ്റീവൻസ്. അതുകൊണ്ടാണല്ലോ 34 കൊല്ലമായി തുടർച്ചയായി അവിടെ വീട്ടിൽ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് പുതിയ ആളെയും നല്ല രീതിയിൽ പെരുമാറി തൻ്റെ കയ്യിലെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആ ഒരു ഫ്ലോയിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ തൻ്റെ ബാൻഡറിങ് സ്കിൽ, ഇത്തരത്തിലുള്ള ഒഴുക്കോടെയുള്ള സംസാരം, തമാശ രൂപേണ കളിയും ചിരിയും പറഞ്ഞിരിക്കുന്ന ആ ഒരു ഒഴുക്ക് തനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ഈ നോവലിൽ പലയിടങ്ങളിലായി സ്റ്റീവൻസ് പറയുന്നത് നമുക്ക് കാണാം. ദ പർപ്പസ് ഓഫ് സ്റ്റീവൻസ് റോഡ് ട്രിപ്പ് ഈസ് ടു വിസിറ്റ് മിസ് കെൻറ്റൺ, ദ ഫോർമർ ഹൗസ് കീപ്പർ ഓഫ് ഡാർലിംഗ്ടൺ ഹാൾ, ഹൂ ലെഫ്റ്റ് 20 years earlier to get married. ഇനി നമ്മൾ പറഞ്ഞു ഈ നോവൽ തുടങ്ങുന്ന സമയത്ത് 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു റോഡ് ട്രിപ്പാണ്, അല്ലേ? ഒരു യാത്രയിലാണ് നമ്മുടെ നായകൻ. ഇനി എന്തിനാണ് ആ യാത്ര? ദ പർപ്പസ് ഓഫ് സ്റ്റീവൻസ് റോഡ് ട്രിപ്പ് ഈസ് ടു വിസിറ്റ് മിസ് കെൻറ്റൺ. മിസ് കെൻറ്റനെ കാണാനാണ് ഈ യാത്ര. ആരാണ് മിസ് കെൻറ്റൺ? ദ ഫോർമർ ഹൗസ് കീപ്പർ ഓഫ് ഡാർലിംഗ്ടൺ ഹാൾ. സ്റ്റീവൻസ് ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാർലിംഗ്ടൺ ഹാളിലെ മുൻപത്തെ ഹൗസ് കീപ്പർ, അവിടുത്തെ വീട്ടുവേലക്കാരി എന്ന് പറയാം, അല്ലേ? അതിൽ ഒരുപാട് വേലക്കാരിൽ ഏറ്റവും ഹെഡായിട്ട് നിൽക്കുന്ന ഒരു വേലക്കാരിയായിരുന്നു, വീട്ടുവേലക്കാരിയായിരുന്നു ആര്? മിസ് കെൻറ്റൺ. ഹൂ ലെഫ്റ്റ് 20 years earlier. 20 കൊല്ലം മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? കെൻറ്റൺ ഈ വീട് വിട്ട് പോയിട്ടുണ്ട്. അവിടെ അന്നും ജോലി ചെയ്യായിരുന്നു. കാരണം 34 കൊല്ലമായിട്ട് നമ്മുടെ സ്റ്റീവൻസ് അവിടെയാണല്ലേ. 20 കൊല്ലം മുമ്പ് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയ ആളാണ് മിസ് കെൻറ്റൺ. എന്തിന്? ടു ഗെറ്റ് മാരീഡ്. വിവാഹത്തിനായിട്ട്, കല്യാണം കഴിക്കാനായിട്ട് അവൾ 20 കൊല്ലം മുമ്പ് പോയതാണ്. അവളുടെ അടുത്തേക്കാണ് ഇപ്പോഴുള്ള യാത്ര. സ്റ്റീവൻസ് ഹാസ് റിസീവ്ഡ് എ ലെറ്റർ ഫ്രം മിസ് കെൻറ്റൺ. അവളിൽ നിന്ന് ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. മിസ് കെൻറ്റൺ ഒരു കത്ത് അയച്ചിട്ടുണ്ട് സ്റ്റീവൻസിന്. And believes that her letter hints that her marriage is failing and that she might like to return to her post as housekeeper. അപ്പോൾ എന്താണ് ആ കത്തിലുണ്ടായിരുന്നത്? തൻ്റെ കല്യാണം, അല്ലേ? കല്യാണം കഴിഞ്ഞു, 20 കൊല്ലം മുമ്പ് കല്യാണം കഴിക്കാൻ പോയതാണ്. സോ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കല്യാണം എന്താണ്? ഒരു പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷീ മൈറ്റ് ലൈക്ക് ടു റിട്ടേൺ, തനിക്ക് തൻ്റെ പഴയ ജോലി തിരിച്ചു കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മിസ് കെൻറ്റൺ അവിടുത്തെ ഇപ്പോഴുള്ള കാര്യസ്ഥനായിട്ടുള്ള സ്റ്റീവൻസിന് കത്തയക്കുകയാണ്. എവർ സിൻസ് വേൾഡ് വാർ സെക്കൻഡ് ഹാസ് എൻഡഡ്, ഇറ്റ് ഹാസ് ബീൻ ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഇനഫ് പീപ്പിൾ ടു സ്റ്റാഫ് ലാർജ് മാനർ ഹൗസസ് സച്ച് ആസ് ഡാർലിംഗ്ടൺ ഹാൾ. അപ്പോൾ ആ കാലത്തെ ഒരു സോഷ്യൽ സത്യാവസ്ഥ കൂടി ഇവിടെ പറയുന്നുണ്ട്. എവർ സിൻസ് വേൾഡ് വാർ സെക്കൻഡ്, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം, നമുക്കറിയാം 1956 കഥ നടക്കുന്നതെന്ന് പറഞ്ഞു. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് വർഷങ്ങൾക്ക് ശേഷമാണ്. സോ പ്രത്യേകിച്ച് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം, അത് അവസാനിച്ചതിൽ പിന്നെ, ഇറ്റ് ഹാസ് ബീൻ ഡിഫിക്കൽട്ട്, വളരെ ബുദ്ധിമുട്ടാണ്, ടു ഫൈൻഡ് ഇനഫ് പീപ്പിൾ, കൃത്യമായി ജോലിക്കാരെ കണ്ടെത്താൻ, ടു സ്റ്റാഫ് ലാർജ് മാനർ ഹൗസസ്, പ്രത്യേകിച്ചും വലിയ മാനർ, അതായത് കൊട്ടാരം കണക്കെയുള്ള അല്ലെങ്കിൽ പ്രഭുവിൻ്റെ ഭവനം എന്നൊക്കെ പറയുന്ന മാനർ, വലിയ കൊട്ടാരം പോലുള്ള വീടുകൾ നോക്കാനും നടത്താനും അവിടെ ജോലി ചെയ്യാനും ആളുകളെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സച്ച് ആസ് ഡാർലിംഗ്ടൺ ഹാൾ, നമ്മുടെ ഡാർലിംഗ്ടൺ ഹാൾ പോലെ വലിയ വലിയ വീടുകളിൽ ജോലി ചെയ്യാനും അവിടെ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കി നടത്താനൊക്കെ ആളുകളെ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം കിട്ടുക എന്ന് പറയുന്നതിനെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു സംസാരം നടത്താനോ എന്താണെന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ മിസ് കെൻറ്റനുമായിട്ട് അല്ലെങ്കിൽ കെൻറ്റൻ്റെ ഈ കത്ത് കിട്ടിയതിന് ശേഷം കെൻറ്റനെ ഒന്ന് കാണാൻ വേണ്ടി സ്റ്റീവൻസ് യാത്രയാണ് ചെയ്യുന്നത്. ആ യാത്രയിലൂടെയാണ് നമ്മുടെ നോവൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. മച്ച് ഓഫ് ദ നെറേറ്റീവ് ഈസ് കംപ്രൈസ്ഡ് ഓഫ് സ്റ്റീവൻസ് മെമ്മറീസ് ഓഫ് ഹിസ് വർക്ക് ആസ് എ ബട്ട്ലർ ഡ്യൂറിങ് ആൻഡ് ജസ്റ്റ് ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ്. ഈ യാത്രയിൽ അദ്ദേഹം പഴയ തൻ്റെ ഓർമ്മകളിലൂടെ ഇങ്ങനെ പോവുകയാണ്. ആ ഓർമ്മകളിലൂടെയാണ് പണ്ടത്തെ കുറേ കഥയും നമ്മൾ കാണുകയും അറിയുകയും ചെയ്യുന്നത്.
മച്ച് ഓഫ് ദ നെറേറ്റീവ് ഈസ് കംപ്രൈസ്ഡ്. ഈ കഥയുടെ വലിയൊരു ഭാഗവും സ്റ്റീവൻസ് മെമ്മറീസ്, സ്റ്റീവൻസിൻ്റെ ഓർമ്മകളിലൂടെയാണ് പോകുന്നത്. എന്നാണ് ഹിസ് വർക്ക് ആസ് എ ബട്ട്ലർ, ആ വലിയ വീടിൻ്റെ കാര്യസ്ഥനായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ കാലം, ഡ്യൂറിങ് ആൻഡ് ജസ്റ്റ് ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ്, രണ്ടാം ലോകമഹായുദ്ധം നടക്കുമ്പോഴും അതിന് ശേഷവുമൊക്കെ ഉള്ള സമയത്ത്. He describes the large, elaborate dinner parties and elegant, prominent personages who come to dine and stay at Darlington Hall in those times. ആ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്തും അതിന് ശേഷമൊക്കെ ഉണ്ടായിരുന്ന ആ വലിയ പ്രൗഢഗംഭീരമായ വിരുന്നുകളെക്കുറിച്ചൊക്കെ അയാൾക്ക് ഓർമ്മയുണ്ട്. ഹി ഡിസ്ക്രൈബ്സ്, അത് നമുക്ക് വിവരിച്ച് തരികയും ചെയ്യുന്നുണ്ട്. ലാർജ്, വളരെ വലിയ, എലാബറേറ്റ്, വലിയ വിശാലമായിട്ടുള്ള ഡിന്നർ പാർട്ടീസ്, വലിയ ഗംഭീരമായ പാർട്ടികൾ നടന്നിട്ടുണ്ടായിരുന്നു. എലഗൻറ്റ്, അതിമനോഹരമായി എല്ലാ രീതിയിലും ഒരുങ്ങി കൃത്യമായ അടിപൊളിയായിട്ട് എല്ലാവരെയും സ്വീകരിച്ച പാർട്ടികൾ. പ്രൊമിനൻ്റ് പേഴ്സണേജസ്, വളരെ പ്രശസ്തമായിട്ടുള്ള ആളുകൾ, നാട്ടിലെ എല്ലാ പ്രമുഖരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഹു കം ടു ഡൈൻ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും, ആൻഡ് സ്റ്റേ അറ്റ് ഡാർലിംഗ്ടൺ ഹാൾ, ഈ കൊട്ടാരം കണക്കെയുള്ള ഡാർലിംഗ്ടൺ ഹാളിൽ ഭക്ഷണത്തിന് വേണ്ടിയും താമസിക്കാൻ വേണ്ടിയും അക്കാലത്ത് ഒരുപാട് പേര് വരുമായിരുന്നു. ഇറ്റ് ഈസ് ഗ്രാജ്വലി റിവീൽഡ് ലാർജ്ലി ത്രൂ അതർ ക്യാരക്ടേഴ്സ് ഇൻട്രാക്ഷൻസ് വിത്ത് സ്റ്റീവൻസ് rather than his own admissions that Lord Darlington, due to his mistaken impression of the German agenda prior to World War II, sympathized with the Nazis. ഇനി ഈ സമയത്ത് ചരിത്രത്തെ കൂടി മിക്സ് ചെയ്യാണ് കഥയിൽ ചെയ്യുന്നത്. പറഞ്ഞല്ലോ, രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന ആ കാലം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രത്യേക സമയത്താണ് ഈ പറയുന്ന വലിയ വലിയ പ്രശസ്തരായിട്ടുള്ള ആളുകളും ഒക്കെ ഡാർലിംഗ്ടൺ ഹാളിലേക്ക് വരുന്നതായിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് ഗ്രാജ്വലി റിവീൽഡ്, പതിയെ പതിയെ നമുക്കിങ്ങനെ റിവീൽ ചെയ്ത് തരികയാണ്, തുറന്ന് കാണിക്കുകയാണ്. ലാർജ്ലി ത്രൂ അതർ ക്യാരക്ടേഴ്സ് ഇൻട്രാക്ഷൻ വിത്ത് സ്റ്റീവൻസ്, സ്റ്റീവൻസുമായിട്ടുള്ള മറ്റ് കഥാപാത്രങ്ങളുടെ സംസാരത്തിലൂടെയാണ് നമ്മളിത് പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത്. അതായത് റാദർ ദാൻ ഹിസ് ഓൺ അഡ്മിഷൻ, സ്റ്റീവൻസ് എന്ന് പറയുന്ന വളരെ കൂറുള്ള, ആ വീടിനോടും ഡാർലിംഗ്ടനോടും വളരെ കൂറുള്ള സ്റ്റീവൻസ് എന്ത് ചെയ്യുന്നില്ല, ഒന്നും തുറന്നു പറയുന്നില്ല. പക്ഷേ സ്റ്റീവൻസിനോട് മറ്റുള്ളവർ വന്ന് പറയുന്ന ഡയലോഗിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ത്, ഡ്യൂ ടു ഹിസ് മിസ്റ്റേക്കൻ ഇംപ്രഷൻ ഓഫ് ദ ജർമ്മൻ അജണ്ട, അതായത് ജർമ്മൻകാരുടെ ഉദ്ദേശത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ലോർഡ് ഡാർലിംഗ്ടന് പറ്റുന്നില്ല. ആരാണ് ലോർഡ് ഡാർലിംഗ്ടൺ? നമ്മുടെ ആ വലിയ വീടിൻ്റെ യഥാർത്ഥ ഓണറായിരുന്ന ആളാണ് ലോർഡ് ഡാർലിംഗ്ടൺ. അദ്ദേഹം ഇപ്പോൾ അന്തരിച്ചു നമ്മോട് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഫാരഡേ എന്ന് പറയുന്ന പുതിയ മുതലാളി അത് വാങ്ങിയിരിക്കുന്നത്. സോ ലോർഡ് ഡാർലിംഗ്ടൺ, നമ്മുടെ ഡാർലിംഗ്ടൺ എന്ന് പറയുന്ന ഈ വലിയ ഹാളിൻ്റെ ഓണറായിരുന്ന ലോർഡ് ഡാർലിംഗ്ടൺ, ഡ്യൂ ടു ഹിസ് മിസ്റ്റേക്കൻ ഇംപ്രഷൻ ഓഫ് ദ ജർമ്മൻ അജണ്ട പ്രയർ ടു വേൾഡ് വാർ സെക്കൻഡ്, രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപ് ഈ ജർമ്മൻകാരുടെ അജണ്ട മനസ്സിലാക്കാൻ, അതല്ലെങ്കിൽ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ ലോർഡ് ഡാർലിംഗ്ടന് പറ്റിയില്ല. സിമ്പത്തൈസ്ഡ് വിത്ത് ദ നാസീസ്, അതിന് പറയുന്നത് എന്താ കാരണം? അദ്ദേഹത്തിന് നാസികളോട് ചെറിയൊരു സിമ്പതൈസ് ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത്, ഒരു സഹാനുഭൂതിയും ഒരു അടുപ്പവുമാണ് ഉണ്ടായിരുന്നത്. അതായത് അത്തരത്തിൽ ഒരുപാട് ആളുകളെ ഇദ്ദേഹം സ്വീകരിക്കുകയും പാർട്ടി നൽകുകയും അവരുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്തു. അതായത് എന്താണ് ജർമ്മൻകാരുടെ യഥാർത്ഥ ഉദ്ദേശമെന്ന് മനസ്സിലാക്കിയില്ല, മിസ്റ്റേക്കൺ, അത് തെറ്റിദ്ധരിക്കുകയാണ് ഇദ്ദേഹം ഉണ്ടായത്. Darlington even arranged and hosted dinner parties between the German and British heads of state to help both sides come to a peaceful understanding. അതായത് അദ്ദേഹം ലക്ഷ്യം വെച്ചത് ജർമ്മൻകാരും ബ്രിട്ടൻകാരുമുള്ള ഒരു സമാധാനത്തോടെയുള്ള ഒരു വർത്തിത്വത്തിന് വേണ്ടിയിട്ടാണ്. അതിന് താനൊരു ഇടനിലക്കാരനായി നിൽക്കുക എന്നുള്ള ആ വലിയ ആഗ്രഹം കൊണ്ടായിരിക്കാം ഡാർലിംഗ്ടൺ എന്ത് ചെയ്യുന്നു, അറേഞ്ച്ഡ് ആൻഡ് ഹോസ്റ്റഡ്, കൃത്യമായി അറേഞ്ച് ചെയ്യുന്നു, ആതിഥേയത്വം വഹിക്കുന്നു, ഡിന്നർ പാർട്ടീസ്, ഒരുപാട് പാർട്ടികൾ നടത്തുന്നു. ആരൊക്കെ തമ്മിൽ? ബിറ്റ്വീൻ ദ ജർമ്മൻ ആൻഡ് ബ്രിട്ടീഷ് ഹെഡ്സ്, ജർമ്മനിയിലെയും ബ്രിട്ടീഷിലെയും ഒക്കെയുള്ള ഹെഡ്സ്, വലിയ വലിയ നേതാക്കന്മാരെ, ഹെഡ്സ് ഓഫ് ദ സ്റ്റേറ്റ്, ടു ഹെൽപ്പ് ബോത്ത് സൈഡ്സ് ടു കം ടു എ പീസ്ഫുൾ അണ്ടർസ്റ്റാൻഡിങ്. രണ്ടുപേരും ഒരു സമാധാനത്തിലെത്താൻ വേണ്ടി ചർച്ചകൾക്ക് എല്ലാ വഴിയും എല്ലാ സൗകര്യവും ആതിഥേയം ആയി നിൽക്കുകയൊക്കെ ചെയ്ത ആളാണ് ആര്? ലോർഡ് ഡാർലിംഗ്ടൺ. സ്റ്റീവൻസ് ആൾവേസ് മെയിൻറ്റെയിൻസ് ദാറ്റ് ലോർഡ് ഡാർലിംഗ്ടൺ വാസ് എ പെർഫെക്റ്റ് ജെൻറ്റിൽമാൻ. സ്റ്റീവൻസ് തൻ്റെ സംസാരത്തിലുടനീളം പറയുന്നത് നമ്മുടെ ലോർഡ് ഡാർലിംഗ്ടൺ എന്ന് പറയുന്ന മുതലാളി വാസ് എ പെർഫെക്റ്റ് ജെൻറ്റിൽമാൻ, അയാളൊരു യഥാർത്ഥ കൃത്യമായിട്ടുള്ള നല്ല വ്യക്തിയായിരുന്നു. ആൻഡ് ദാറ്റ് ഇറ്റ് ഈസ് എ ഷെയിം ഹിസ് റെപ്യൂട്ടേഷൻ ഹാസ് ബീൻ സോയിൽഡ് സിംപ്ലി ബിക്കോസ് ഹി മിസ്അണ്ടർസ്റ്റുഡ് ദ നാസീസ് ട്രൂ എയിംസ്. പക്ഷേ
ലോർഡ് ഡാർലിംഗ്ടൺ പിന്നീട് സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ, ഈ പറയുന്ന ബ്രിട്ടീഷ് ഇംഗ്ലണ്ടിൽ എന്താവായിരുന്നു, ഒരു മോശക്കാരനായി മാറുകയായിരുന്നു. എങ്ങനെ? സ്റ്റീവൻസ് ആൾവേസ് മെയിൻറ്റെയിൻസ് ദാറ്റ് ലോർഡ് ഡാർലിംഗ്ടൺ വാസ് എ പെർഫെക്റ്റ് മാൻ. പറഞ്ഞല്ലോ, ഇയാളൊരു പെർഫെക്റ്റ് നല്ല ആളാണെന്ന് സ്റ്റീവൻസ് ഉടനീളം പറയുന്നുണ്ടെങ്കിലും, ആൻഡ് ദാറ്റ് ഇറ്റ് ഈസ് എ ഷെയിം, തീർച്ചയായിട്ടും ഒരു അപമാനമാണ്, അല്ലെങ്കിൽ ഒരു നാണക്കേടാണ്. ഹിസ് റെപ്യൂട്ടേഷൻ, അദ്ദേഹത്തിൻ്റെ വലിയ ആ മതിപ്പ്, ഹാസ് ബീൻ സോയിൽഡ്, അത് നശിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ് ആരും കാണാതെ പോയി, അത് നശിച്ചുപോയി. സിംപ്ലി ബിക്കോസ്, ഒറ്റ കാരണം കൊണ്ട്. എന്താ? ഹി മിസ്അണ്ടർസ്റ്റുഡ് ദ നാസീസ് ട്രൂ എയിംസ്. നാസികളുടെ, നമുക്കറിയാലോ അല്ലേ, നാസികളെയും ഹിറ്റ്ലറെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ജർമ്മൻകാർ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ എല്ലാത്തിനെയും നശിപ്പിച്ച് മുന്നോട്ട് പോയിരുന്ന തുടക്കകാലത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ ചരിത്രത്തിലും പഠിച്ചിട്ടുണ്ടാവും. സോ അത്തരത്തിൽ നാസികളുടെ എല്ലാത്തിനെയും നശിപ്പിക്കുന്ന രീതിയിലുള്ള, എല്ലാവരെയും തകർക്കുന്ന രീതിയിലുള്ള ആ യുദ്ധത്തിലേക്കുള്ള ആ ഒരു തയ്യാറെടുപ്പ് മനസ്സിലാക്കാൻ ലോർഡ് ഡാർലിംഗ്ടൺ എന്ന് പറയുന്ന മുതലാളിക്ക് പറ്റിയില്ല. അവരോട് സിമ്പതൈസ്, സഹാനുഭൂതിയും അടുപ്പവുമാണ് ഉണ്ടായത്. എന്നിട്ടോ ഈ പറയുന്ന യുദ്ധത്തിന് കാരണമാവുകയും അവസാനം ഇംഗ്ലണ്ടിനെതിരെ തന്നെ ജർമ്മനി തിരിയുന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. സോ അത്തരത്തിൽ പിന്നീട് നമ്മുടെ ഡാർലിംഗ്ടൺ ഒരു മോശക്കാരനായി മാറുകയാണ്. കാരണം നാസികളെ സഹായിച്ച ആളെന്ന രീതിയിൽ ഈ പറയുന്ന ഒരു കുപ്രസിദ്ധി നേടുകയും അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ, മതിപ്പ് സോയിൽഡ്, നശിക്കുകയുമാണ് ചെയ്യുന്നത്. അതൊരു വലിയ സങ്കടകരമായ കാര്യമാണെന്നാണ് സ്റ്റീവൻസ് തൻ്റെ സംസാരത്തിലൂടെ പറയുന്നത്. നല്ലൊരാളായിരുന്നു, ഒരു ചെറിയ തെറ്റ് പറ്റിയത് ആകെ എന്തായി, വലിയ മാനക്കേടായിപ്പോയി. അതൊരു വലിയ വിഷമമായിട്ട് ഇപ്പോഴും സ്റ്റീവൻസിൻ്റെ മനസ്സിൽ ഉണ്ട്. ഡ്യൂറിങ് ദ ട്രിപ്പ് സ്റ്റീവൻസ് ആൾസോ റീകൗണ്ട്സ് സ്റ്റോറീസ് ഓഫ് ഹിസ് കണ്ടംപററീസ്, ബട്ട്ലേഴ്സ് ഇൻ അതർ ഹൗസസ് വിത്ത് ഹൂം ഹി സ്ട്രക്ക് അപ്പ് ഫ്രണ്ട്ഷിപ്സ്. ഇനി തൻ്റെ യാത്രയിൽ ഓർമ്മകൾ അങ്ങനെ പല വഴിക്ക് പോകുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ കഥയുടെ പേര് തന്നെ റിമൈൻഡ്സ് ഓഫ് ദ ഡേ എന്നാണ് അല്ലേ, ഓർമ്മയിൽ ബാക്കിയാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. സോ ഒരുപാട് ഓർമ്മകളിലൂടെയുള്ളൊരു യാത്രയാണ്. ഡ്യൂറിങ് ദ ട്രിപ്പ്, തൻ്റെ ഈ 6 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ സ്റ്റീവൻസ് ആൾസോ റീകൗണ്ട്സ്, അദ്ദേഹം വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. സ്റ്റോറീസ് ഓഫ് ഹിസ് കണ്ടംപററീസ്, തൻ്റെ സമകാലികരായിട്ടുള്ള, തൻ്റെ കാലത്ത് മറ്റുള്ള പല സ്ഥലങ്ങളിലും ജോലി ചെയ്തിരുന്ന, ബട്ട്ലേഴ്സ് ഇൻ അതർ ഹൗസസ് വിത്ത് ഹൂം ഹി സ്ട്രക്ക് അപ്പ് ഫ്രണ്ട്ഷിപ്സ്, സുഹൃത്തുക്കളായി മാറിയ മറ്റനേകം കാര്യസ്ഥന്മാരെയും ഇത്തരത്തിൽ വീടുകളിൽ ജോലി ചെയ്യുന്നവരുടെയും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഓർക്കുന്നുണ്ട്. സ്റ്റീവൻസ് മോസ്റ്റ് നോട്ടബിൾ റിലേഷൻഷിപ്പ് ബൈ ഫാർ ഹൗവർ ഈസ് ഹിസ് ലോങ് ടേം വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് മിസ് കെൻറ്റൺ. അങ്ങനെ എല്ലാവരെയും കുറിച്ച് ഓർക്കുന്ന സമയത്ത് തന്നെയാണ് സ്റ്റീവൻസിന് ഏറ്റവും വലിയ പ്രിയപ്പെട്ടവളായിരുന്ന കെൻറ്റനെയും ഓർമ്മ വരുന്നത്. സ്റ്റീവൻസ് മോസ്റ്റ് നോട്ടബിൾ റിലേഷൻഷിപ്പ്, അദ്ദേഹത്തിന് ഏറ്റവും മനസ്സിനോട് ചേർത്ത് നിൽക്കുന്ന, ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബൈ ഫാർ അതുവരെയുള്ളതിൽ ഏതാണ്, ഹൗവർ ഈസ് ഹിസ് ലോങ് ടേം വർക്കിംഗ് റിലേഷൻഷിപ്പ്, ഒരുപാട് കാലം ഒന്നിച്ച് ജോലി ചെയ്തിരുന്ന മിസ് കെൻറ്റനുമായിട്ടുള്ളതാണ്. മിസ് കെൻറ്റൻ, ആരാണ് കെൻറ്റൻ? ആ കെൻറ്റൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ ഇയാൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അതായത് ഒരു കാലത്ത് വളരെ പ്രിയപ്പെട്ടതായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സ്റ്റീവൻസിന് കെൻറ്റൻ. ദോ സ്റ്റീവൻസ് നെവർ സേസ് സോ ഔട്ട് റൈറ്റ്, ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ഹി ഹാർബേഴ്സ് റിപ്രസ്ഡ് റൊമാൻറ്റിക് ഫീലിങ്സ് ഫോർ മിസ് കെൻറ്റൻ. നമ്മുടെ സ്റ്റീവൻസിൻ്റെ സംസാരത്തിലൂടെയാണല്ലോ, ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ് ആണല്ലോ, അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് അല്ലേ. പക്ഷെ എന്നാലും ദോ സ്റ്റീവൻസ് നെവർ സേ ഔട്ട് റൈറ്റ്, സ്റ്റീവൻസ് തുറന്ന് പറയുന്നില്ലെങ്കിലും, നെവർ സേ ഔട്ട് റൈറ്റ് എന്ന് പറഞ്ഞാൽ തുറന്നു പറയുക, അദ്ദേഹം തുറന്ന് പറയുന്നില്ലെങ്കിലും ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ്, നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും ചെയ്തികളിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് എന്ത്, ഹി ഹാർബേഴ്സ്, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ട്. ഹാർബേഴ്സ്, റിപ്രസ്ഡ് എന്ന് വെച്ചാൽ അടക്കി വെച്ച, റൊമാൻറ്റിക് ഫീലിങ്സ് ഫോർ മിസ് കെൻറ്റൻ, തീർച്ചയായിട്ടും മിസ് കെൻറ്റനെ നമ്മുടെ സ്റ്റീവൻസിന് ഇഷ്ടമായിരുന്നു, പ്രണയമായിരുന്നു. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, അത് തുറന്നു പറയുന്നില്ല, നമ്മളോടും അത് തുറന്നു പറയുന്നില്ല. തീർച്ചയായിട്ടും മിസ് കെൻറ്റനോട് എന്ത് ചെയ്തിട്ടില്ല, അത് തുറന്നു പറഞ്ഞിട്ടില്ല. ഡെസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ദ ടു ഫ്രീക്വൻ്റ്ലി ഡിസഗ്രി ഓവർ വേരിയസ് ഹൗസ് ഹോൾഡ് അഫയേഴ്സ് വെൻ ദേ വർക്ക് ടുഗദർ. പക്ഷെ ഒരു കാര്യം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്, അവരൊന്നിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവരൊരുപാട് കാര്യങ്ങളിൽ എന്തുണ്ടായിരുന്നു, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഡെസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ദ ടു ഫ്രീക്വൻ്റ്ലി ഡിസഗ്രി, അവർ എപ്പോഴും എന്തായിരുന്നു, ഡിസഗ്രി ആയിരുന്നു, പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഓവർ വേരിയസ് ഹൗസ് ഹോൾഡ് അഫയേഴ്സ്, ആ വീട്ടിലെ ജോലിക്കാരാണല്ലോ രണ്ടുപേരും, കാര്യസ്ഥനായിട്ടുള്ള സ്റ്റീവൻസും വേലക്കാരികളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ കെൻറ്റനും, അവർ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വെൻ ദേ വർക്ക് ടുഗദർ, അവരൊന്നിച്ച് ജോലി ചെയ്യുന്ന സമയത്ത്. ദ ഡിസഗ്രിമെൻറ്റ്സ് ആർ ചൈൽഡിഷ് ഇൻ നേച്ചർ,
തീർച്ചയായിട്ടും കുട്ടികളെ കണക്കെ അവരിങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിച്ചിട്ടൊക്കെ ഉണ്ട്. ആൻഡ് മെയിൻലി സെർവ് ടു ഇലസ്ട്രേറ്റ് ദ ഫാക്ട് ദാറ്റ് ദ ടു കെയർ ഓഫ് ഈച്ച് അതർ. പക്ഷേ പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നല്ല കെയറിങ് ആയിരുന്നു. അത് ചെറിയ അടിപിടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊരു ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടുമുള്ള അടിപിടിയായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. At the end of the novel, Miss Kenton admits to Stevens that her life may have turned out better if she had married him. അങ്ങനെ ആ 6 ദിവസത്തെ യാത്ര കഴിഞ്ഞ് സ്റ്റീവൻസ് മിസ് കെൻറ്റൻ്റെ അടുത്തെത്തുന്നു. തൻ്റെ ജീവിതം ഒരു വലിയ പരാജയമായിരിക്കുന്നു എന്ന് മിസ് കെൻറ്റൻ അറിയിക്കുന്നു. അങ്ങനെ നോവലിൻ്റെ ഈ അവസാന ഭാഗത്ത് മിസ് കെൻറ്റൻ ആ കാര്യം പറയുന്നു, സമ്മതിക്കുന്നു. എന്ത്? ടു സ്റ്റീവൻസിനോട് സമ്മതിക്കുന്നുണ്ട്. ദാറ്റ് ഹെർ ലൈഫ് മേ ഹാവ് ടേൺഡ് ഔട്ട് ബെറ്റർ. തൻ്റെ ജീവിതം ഒന്നും കൂടെ നന്നാകുമായിരുന്നു ഇഫ് ഷി ഹാഡ് മാരീഡ് ഹിം. സ്റ്റീവൻസിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നിന്നെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. ഞാൻ വേറൊരാളെ വിവാഹം ചെയ്ത് ജീവിതം ഇപ്പോൾ തകർന്നടിഞ്ഞു എന്നവർ പറയുന്നുണ്ട്. ആഫ്റ്റർ ഹിയറിങ് ദീസ് വേർഡ്സ്, സത്യത്തിൽ നമ്മുടെ സ്റ്റീവൻസിനും ആ ഇഷ്ടം ഉണ്ടായിരുന്നു അല്ലേ? പക്ഷേ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾ വിവാഹം കഴിക്കാൻ വേണ്ടി പോയി, അപ്പോഴും പറഞ്ഞില്ല. ആഫ്റ്റർ ഹിയറിങ് ദീസ് വേർഡ്സ്, പക്ഷേ വലിയ യാത്ര കഴിഞ്ഞ് ഓർമ്മകളിലൂടെയുള്ള യാത്രയായി അവിടെ എത്തിയപ്പോൾ ഇയാൾ കേൾക്കുന്നത് ഇതാണ്, നിന്നെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. സോ ഈ ഒരു വാക്ക് കേൾക്കുന്ന സമയത്ത് സ്റ്റീവൻസ് ഈസ് എക്സ്ട്രീംലി അപ്സെറ്റ്. സ്റ്റീവൻസ് വല്ലാണ്ട് ആകെ അപ്സെറ്റ് ആവുന്നു. കാരണം അല്ലേ, അന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. താൻ ഒന്നും മിണ്ടാത്തത് കൊണ്ട് ഒന്നും ഉണ്ടായില്ല. അവളുടെ ജീവിതം ഒരു പരാജയമായി ഇന്ന് തൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഹവവർ ഹീ ഡസ് നോട്ട് ടെൽ മിസ് കെൻറ്റൺ, ഹൂസ് മാരീഡ് നെയിം ഈസ് മിസസ് ബീൻ, ഹൗ ഹീ ഫീൽസ്. പക്ഷേ തൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് നമ്മുടെ സ്റ്റീവൻസ് തുറന്നു പറഞ്ഞില്ല. ഇത് കേട്ടു എന്നല്ലാതെ ഡസ് നോട്ട് ടെൽ ഒന്നും പറഞ്ഞില്ല കെൻറ്റനോട്. മിസ് കെൻറ്റൻ ആയിരുന്നു അന്ന് അല്ലേ, ഇതുവരെ മിസ് കെൻറ്റൻ ആയിരുന്നു. ഹൂസ് മാരീഡ് നെയിം, അതിനുശേഷം അവൾ വന്നിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്. കല്യാണം കഴിച്ചതിന് ശേഷം അവളുടെ പേര് ഇപ്പം എന്താണ്? മിസ്സസ് ബീൻ. അപ്പോൾ നമുക്കറിയാം ബീൻ എന്ന് പറയുന്ന ഒരാളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. പക്ഷേ അയാളുമായുള്ള ജീവിതം തീർച്ചയായിട്ടും ഇപ്പോൾ പരാജയത്തിലാണ്. ഹൗ ഹി ഫീൽസ്. പക്ഷേ സ്റ്റീവൻസിന് എന്താണ് തൻ്റെ മനസ്സിൽ തോന്നിയതെന്ന കാര്യം അയാൾ പറയുന്നില്ല. അതായത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്നല്ലേ. സ്റ്റീവൻസ് ആൻഡ് മിസ് കെൻറ്റൻ പാർട്ട്. അങ്ങനെ കുറേ നേരം സംസാരത്തിന് ശേഷം അവർ പിരിയുന്നു. ഇയാൾ തിരിച്ച് യാത്രയാവാൻ നിൽക്കുന്നു. ആൻഡ് സ്റ്റീവൻസ് റിട്ടേൺസ് ടു ഡാർലിംഗ്ടൺ ഹാൾ. നമ്മുടെ നായകനായ സ്റ്റീവൻസ് ഡാർലിംഗ്ടൺ ഹാളിലേക്ക്, താൻ ജോലി ചെയ്യുന്ന ഡാർലിംഗ്ടൺ ഹാളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഹിസ് ഓൺലി ന്യൂ റിസോൾവ് ബീയിങ് ടു പെർഫെക്റ്റ് ദ ആർട്ട് ഓഫ് ബാൻറ്ററിങ് ടു പ്ലീസ് ഹിസ് ന്യൂ എംപ്ലോയർ. പക്ഷേ മറ്റൊന്നും മനസ്സിലാലോചിക്കാതെ, മറ്റുള്ളതിനെക്കുറിച്ച് ഒന്നും കൂടുതൽ ചിന്തിക്കാതെ സ്റ്റീവൻസ് തയ്യാറെടുക്കുകയാണ്. എന്തിന്? അദ്ദേഹത്തിൻ്റെ മനസ്സിലിപ്പോൾ ഒറ്റ റിസോൾവ് മാത്രമേ ഉള്ളൂ, ഒറ്റ പ്രതിജ്ഞ മാത്രമേ ഉള്ളൂ. എന്താ? ടു പെർഫെക്റ്റ് ദ ആർട്ട് ഓഫ് ബാൻറ്ററിങ്. തൻ്റെ സംസാര ആ ശേഷി അല്ലേ, ആളുകളെ ചിരിപ്പിച്ച് നിർത്താനുള്ള, അല്ലെങ്കിൽ കളിയാക്കിയിട്ടോ പരിഹസിച്ച് കൊണ്ടൊക്കെ സംസാരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ കഴിവ് എന്ത് ചെയ്യണം? മെച്ചപ്പെടുത്തണം. എന്തിനാ? ടു പ്ലീസ് ഹിസ് ന്യൂ എംപ്ലോയർ. തൻ്റെ പുതിയ മുതലാളിയായിട്ടുള്ള ഫാരഡയെ, അദ്ദേഹത്തിൻ്റെ സംസാര രീതിയെ ഒപ്പം പിടിച്ചു നിന്ന് അദ്ദേഹത്തെ നന്നായിട്ട് പ്ലീസ് ചെയ്യണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. മറ്റൊന്നും ഇപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. കാരണം ജീവിതം ഇപ്പോൾ ഒരുപാട് മുന്നോട്ട് പോയി. എല്ലാത്തിനെയും ഓർമ്മകളാക്കി തന്നെ വെച്ചുകൊണ്ട് നമ്മുടെ നായകൻ ജീവിതം വീണ്ടും യാത്രയാവുകയാണ്. ഇതാണ് ദ റിമൈൻഡ്സ് ഓഫ് ദ ഡേ. ഈ ദിവസത്തിൽ ബാക്കിയായത് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് അവസാനമുള്ള ആ ദിവസങ്ങളിലും ബാക്കിയായതെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ മുഴുവനുള്ള ഒരു യാത്രയായിരുന്നു. സോ കുറച്ചു നേരം നമ്മുടെ നായകനായ സ്റ്റീവൻസിൻ്റെ ജീവിതത്തിലൂടെ നിങ്ങൾക്കും യാത്ര ചെയ്യാൻ പറ്റിയെന്നും ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലും ബാക്കിയായി എന്നും വിശ്വസിക്കുകയാണ്. നോവലിനെ കുറിച്ചുള്ള കൃത്യമായൊരു ധാരണ ഈ ക്ലാസ്സിലൂടെ ലഭിച്ചുവെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.